പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 മെയ് മാസം 30 ശനിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ലേ? കരങ്ങളെ ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. ഇന്നലത്തെ സഭായോഗം അനുഗ്രഹമാക്കി തീർത്തില്ലേ? കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. രാത്രി നല്ല ഉറക്കം തന്ന് കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചതിനായിട്ട് കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. ഈ പ്രഭാതത്തിൽ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഉണരുവാൻ കർത്താവ് സഹായിച്ചില്ലേ? അതിനായിട്ടും കർത്താവിന് സ്തോത്രം ചെയ്യും. നമ്മൾ എഴുന്നേറ്റത് ദൈവത്തിൻ്റെ കൃപ, നമ്മൾ ആരോഗ്യത്തോടെ ഉണർന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. ഞാൻ കിടന്നുറങ്ങി, കർത്താവ് എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നുമിരിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ ദൈവകൃപയാൽ കർത്താവ് താങ്ങിയതുകൊണ്ട് ഈ പ്രഭാതം നമുക്ക് എഴുന്നേൽക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമുക്ക് ലഭിച്ച ഈ അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. യഹോവ നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. ഈ പ്രഭാതത്തിൽ ആ നല്ല കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാട്ടെ. ആനന്ദത്തോടെ സ്തോത്രം പറഞ്ഞാട്ടെ. കർത്താവ് നല്ലവനല്ലേ? ആമേൻ. ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്നും കർത്താവ് തന്ന എല്ലാ നന്മകൾക്കും ഒന്ന് സ്തോത്രം പറഞ്ഞ്, കർത്താവ് അനുഗ്രഹിച്ച് നടത്തിയതിന് സ്തോത്രം പറഞ്ഞ്, കർത്താവ് സൂക്ഷിച്ചതിന് സ്തോത്രം ചെയ്ത്, കർത്താവ് നമുക്ക് തന്ന നന്മകൾ, നമുക്ക് തന്ന കുടുംബജീവിതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം, കർത്താവ് തന്ന കുഞ്ഞുങ്ങൾക്കായിട്ട് സ്തോത്രം, കർത്താവ് തന്ന സന്തോഷത്തിനായിട്ട് സ്തോത്രം, കർത്താവ് തന്ന സമാധാനത്തിനായിട്ട് സ്തോത്രം, കർത്താവ് തന്ന ആനന്ദത്തിനായിട്ട് സ്തോത്രം. എല്ലാ നന്മകൾക്കും നന്ദിയോടെ സ്തോത്രം. അപ്പാ, എല്ലാ നന്മകൾക്കും നന്ദിയോടെ സ്തോത്രം. അങ്ങയുടെ കൃപയാണല്ലോ ഞങ്ങളെ നിലനിർത്തിയിരിക്കുന്ന അവൻ കൃപകൾക്കായി സ്തോത്രം. 90-ാം സങ്കീർത്തനം അതിൻ്റെ 14-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: കാലത്ത് തന്നെ ഞങ്ങളെ കർത്താവിൻ്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. ഈ പ്രഭാതി കർത്താവേ, അങ്ങയുടെ ദയ ഞങ്ങളെ മൂടിയിരിക്കുന്നതിന് സ്തോത്രം. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ച് ആനന്ദിക്കും. ഒരുവൻ്റെ മേൽ കർത്താവിൻ്റെ ദയ വന്നു കഴിയുമ്പോൾ, കർത്താവിൻ്റെ ഫേവർ വന്നു കഴിയുമ്പോൾ അവന് ഘോഷിച്ച് ആനന്ദിക്കാൻ കഴിയും. ഇന്ന് പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ ദയയാൽ അടിയങ്ങളെയും അടിയങ്ങളുടെ കുടുംബത്തെയും നിറച്ചിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. 16-ാമത്തെ വാക്യം പറയുക: കർത്താവിൻ്റെ ദാസന്മാർക്ക് കർത്താവിൻ്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് കർത്താവിൻ്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ പ്രസാദം ഞങ്ങളുടെ മേൽ, ഈ കുടുംബത്തിന്മേൽ ഇരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. ഇന്ന് പകൽക്കാലം കർത്താവേ, അങ്ങ് ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരുന്നതിനായി സ്തോത്രം. ഫലപ്രദമല്ലാത്ത എല്ലാം മാറി ഫലപ്രദമായി തീരട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണം. സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ വചനം പറഞ്ഞ് ഞാൻ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന, ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന തന്നെ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക. അപ്പോൾ ഇവരെ ഓരോരുത്തരെയും അങ്ങയുടെ ദയ കൊണ്ട് അങ്ങ് തൃപ്തരാക്കണമേ. ആയുഷ്കാലം മുഴുവനും സന്തോഷിക്കുവാൻ തക്കവണ്ണം അങ്ങയുടെ ദയ കൊണ്ട് കർത്താവ് ഇവരെ തൃപ്തരാക്കണമെന്ന് ഞാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. കർത്താവേ, ഹല്ലേലൂയ. സ്തോത്രം. അങ്ങയുടെ പ്രവൃത്തി ഇവരുടെ ജീവിതത്തിൽ വെളിപ്പെടുമാറാകട്ടെ. കർത്താവേ, ഇവരുടെ കൈകളുടെ പ്രവൃത്തി അനുഗ്രഹിക്കണമേ. അമേൻ. കർത്താവേ, നാളുകളായി അമേൻ ഉള്ള പ്രവർത്തനങ്ങൾ പലതും ഫലമില്ലാതിരിക്കുമ്പോൾ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഇവരെ നോക്കി പ്രാർത്ഥിക്കുക. ഇവരുടെ കൈകളുടെ പ്രവൃത്തിയെ അങ്ങ് അനുഗ്രഹിക്കണമേ. അത് ഫ്രൂട്ട്ഫുള്ളായി തീരട്ടെ, അത് ഫലപ്രദമായി തീരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഫലപ്രദമായി തീരട്ടെ. അതുപോലെ കർത്താവേ, ഇന്നത്തെ ഈ ദിവസം ഞങ്ങൾ അനുഗ്രഹിക്കുന്ന രോഗികളായിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. വയറിനകത്ത് ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർ, ആമേൻ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ ഡൈജഷൻ പ്രോബ്ലംസും, എല്ലാ അസിഡിറ്റിയുടെ പ്രോബ്ലമും, എല്ലാ അൾസറിൻ്റെ പ്രോബ്ലങ്ങളും യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹൃദയത്തിൻ്റെ പ്രവർത്തനം നോർമലാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ആന്തരിക അവയവങ്ങളും നോർമലായി ഫങ്ഷൻ ചെയ്യട്ടെ. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊക്കെ മാറട്ടെ. കർത്താവേ, കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. എല്ലായിടത്തും കർത്താവിൻ്റെ കൃപയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകവ്യാപകമായി കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. സകല മഹത്വവും പുകഴ്ചയാപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളുടെ കൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഇന്ന് പ്രഭാതത്തിൽ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യവും 18-ാമത്തെ വാക്യവും നമുക്ക് വായിക്കാം. വെളിപ്പാട് പുസ്തകം റെവലേഷൻ ചാപ്റ്റർ നമ്പർ 1, 17 and 18 അവിടെ പറയുന്നു, അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു, അവൻ്റെ വലങ്കൈ എൻ്റെ മേൽ വെച്ചു. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. നമുക്കറിയാം വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം യോഹന്നാൻ, ആമേൻ, കർത്താവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ എന്നറിയപ്പെടുന്ന യോഹന്നാൻ പത്മോസ് ദ്വീപിൽ നാട് കടത്തപ്പെട്ടിരിക്കുക. പത്മോസ് എന്ന് പറയുന്ന ഏകാന്തതയുടെ സ്ഥലമാണ്. അമേൻ, അന്നത്തെ കാലത്ത് അമേൻ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ നാട് കടത്തുന്ന ഒരു സ്ഥലമായിരുന്നു പത്മോസ്. അവിടെ ക്ഷുദ്രജീവികളുണ്ട്, അതുപോലെ ഈ ദുഷ്ടന്മാരായ ആളുകളെ നാട് കടത്തപ്പെട്ടിരിക്കുക. പിന്നെ അവിടെ കിടന്ന് അവർ മരിച്ചു പോകുക, അതാണ് അവിടുത്തെ പതിവ്. അപ്പോൾ അവിടെ പലതരത്തിലുള്ള ആമേൻ ഭയപ്പെടുത്തുന്ന അനുഭവങ്ങളുടെ നടുവിലാണ് യോഹന്നാൻ ആയിരിക്കുന്നത്. പക്ഷേ ആ ഭയപ്പെടുത്തുന്ന അനുഭവങ്ങളുടെ നടുവിലും യോഹന്നാൻ തുറന്ന സ്വർഗം കാണാൻ കഴിയും. അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഈ യേശു തേജസ്കരിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ യോഹന്നാൻ കാണുകയാണ്. തേജസ്കരിക്കപ്പെട്ടവനായ ക്രിസ്തു. ഇന്നത്തെ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്ന ഇത്രയേ ഉള്ളൂ, എന്നോടും നിങ്ങളോടും യേശുവിന് പറയാനുള്ള ഒരു ദൂതിത, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. നമുക്കറിയാം ആമേൻ, യേശുവിൻ്റെ അടക്കത്തിനും ശേഷം ശിഷ്യന്മാർ പേടിച്ച് ആമേൻ മുറിയിൽ അടച്ചിരിക്കുമ്പോൾ, യോഹന്നാൻ്റെ സുവിശേഷം 20-ാമത്തെ അധ്യായത്തിലാണ്, അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ശിഷ്യന്മാർ വളരെ പേടിച്ച് വാതിലടച്ചിരിക്കുമ്പോൾ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് യേശു അടഞ്ഞു കിടക്കുന്ന ഡോറിനകത്തൂടെ തുറന്ന്, അതായത് ഡോറ് തുറക്കാതെ അകത്ത് പ്രവേശിച്ചു. നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു. നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ യേശു എന്താ പറയുന്നത്? നിങ്ങൾ ഭയപ്പെട്ടിരിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും, സമാധാനമായിട്ടിരിക്കും. കാരണം ഞാൻ മരണത്തെ ജയിച്ചവനാകുന്നു, പാതാളത്തെ ജയിച്ചവനാകുന്നു, അവൻ പൈശാചിക ശക്തികളെ ജയിച്ചവനാകുന്നു. അതുകൊണ്ട് ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിൽ പറയാനുള്ള ദൂതിതാണ്, യേശു നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് ഒന്നിനെയും ഭയപ്പെടേണ്ട. നമ്മുടെ അടിസ്ഥാനം യേശുവിലാണ്. ഇവിടെയും നമ്മളതല്ലേ കാണുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞു, അവൻ വലങ്കൈ അവൻ്റെ മേൽ വെച്ചു. യേശു വലങ്കൈ യോഹന്നാൻ്റെ മേൽ. യോഹന്നാൻ ഭയപ്പെട്ടിരിക്കുക, ഭാരപ്പെട്ടിരിക്കുക, ഒറ്റപ്പെട്ടിരിക്കുക. ഉടനെ വലങ്കൈ വെച്ചിട്ട് പറഞ്ഞ് എൻ്റെ മേൽ വെച്ചു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും ഞാൻ അന്ത്യനും ജീവനുള്ളവനും. അതായത് യോഹന്നാനോട് പറയും, യോഹന്നാനെ, ഞാൻ ആരംഭവും ഞാൻ അവസാനവും, ഞാൻ ആരംഭത്തിൽ തന്നെ അവസാനം അറിയുന്നവൻ, ഞാൻ ആരംഭത്തിൽ തന്നെ അവസാനം പ്രഖ്യാപിക്കുന്നവൻ, ഡിക്ലെയർ ചെയ്യാൻ കഴിയുന്നവൻ. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നീ ധൈര്യമായിട്ടിരിക്കും. എനിക്ക് നിന്നോട് പറയാനുള്ളത്, പേടിക്കേണ്ട, ധൈര്യമായിട്ടിരിക്കും. എനിക്ക് നിന്നോട് പറയാനുള്ളത്, പേടിക്കേണ്ട, നീ ധൈര്യമായിട്ടിരിക്കും. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സഹോദര, മാതാവേ, പിതാവേ, നമ്മുടെ ജീവിതം മുഴുവനും കാണുന്ന ഒരു യേശുവാണ് നമ്മുടെ കൂടെ ഉള്ളത്. അവൻ ഇന്നും ജീവിക്കുന്നവൻ, അവൻ ഇന്നും നമ്മുടെ കൂടെയുണ്ട്, അവൻ ഇന്നും നമ്മുടെ കൂടെയുണ്ട്, അവൻ ഇന്നും നമ്മുടെ കൈ പിടിച്ച് നടത്തുന്നവൻ, ഇന്നും നമ്മളെ സൂക്ഷിക്കുന്നവൻ, ഇന്നും നമ്മളോട് സംസാരിക്കുന്നവൻ. നമ്മുടെ ഇന്നത്തെ അവസ്ഥ മാത്രമല്ല, നാളുകളെയും അറിയുന്നവൻ. നമ്മുടെ മാത്രമല്ല, ഈ ലോകത്തിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു, ഈ ലോകത്തിലെ സ്ഥിതി എന്തായിത്തീരും, ലോകത്തിൻ്റെ അവസ്ഥ എന്തായിത്തീരും, ഇതെല്ലാം അറിയാവുന്നവൻ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ അവൻ നമ്മളോട് പറയുക, മോനെ നീ ഭയപ്പെടേണ്ട, മോനെ നീ തളരേണ്ട, മോനെ നീ നിരാശപ്പെടേണ്ട. ഇപ്പോൾ ഈ കാണുന്നതോ കേൾക്കുന്നതോ അല്ലെങ്കിൽ നിനക്ക് ചുറ്റുപാടുകളിൽ നിനക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്നും കണ്ട് നീ ഭയപ്പെടേണ്ട. അവൻ നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ഈ യേശു ജീവിക്കുന്നവനായി നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് ഒരാഭിചാര ശക്തിയും നീ പേടിക്കേണ്ട, ഒരു മന്ത്രവാദത്തിനെയും പേടിക്കേണ്ട, ഒരു ഇരുട്ടിൻ്റെ ശക്തിയെയും പേടിക്കേണ്ട, ഈ ലോകത്തിൽ സംഭവിക്കുന്ന ഒന്നും നീ പേടിക്കേണ്ട. കാരണം അവൻ കൺട്രോൾ ചെയ്യുവാൻ മതിയായവനാണ്, അവൻ നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏതൊക്കെ വാതിലുകൾ അടഞ്ഞു പോയെന്ന് പറഞ്ഞാലും, ആമേൻ, എന്തൊക്കെ പ്രശ്നങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാലും, ഉയർത്തെഴുന്നേറ്റവൻ അതിനകത്ത് വന്ന് നമ്മളോട് പറയും, ഹല്ലേലൂയ, നീ ഭയപ്പെടേണ്ട, നീ കൺഫ്യൂഷനായി പോകേണ്ട ആവശ്യമില്ല, നീ നിരാശപ്പെട്ടു പോകേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് ഈ പ്രഭാതത്തിൽ നിങ്ങൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുക, ആമേൻ, എന്തൊക്കെ നിങ്ങളുടെ മുമ്പിൽ അടഞ്ഞോ അതൊന്നും കണ്ട് നിങ്ങൾ ഭാരപ്പെടേണ്ട. യേശു പറയുന്നു, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇപ്പോൾ ഞാൻ ജീവനുള്ളവനായി നിങ്ങളുടെ കൂടെയുണ്ട്. അവൻ്റെ കയ്യിൽ എല്ലാത്തിൻ്റെ അധികാരമുണ്ട്. മരണത്തിൻ്റെ അധികാരം അവൻ്റെ മേലുണ്ട്. ഇരുട്ടിൻ്റെ അധികാരം അവൻ്റെ മേലുണ്ട്. എല്ലാ അധികാരത്തെയും തോൽപ്പിച്ചു. മരണാധികാരിയായ പിശാചിനെ ആയുധം വെപ്പിച്ച് തോൽപ്പിച്ചു. ഇരുട്ടിൻ്റെ ശക്തികളെ തകർത്ത് കളഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. അവൻ ഏത് പ്രതിസന്ധിയുടെ നടുവിലും സമാധാനം തരുവാൻ,
ആശ്വാസം തരുവാൻ, സ്വസ്ഥത തരുവാൻ കഴിയുന്നവനായതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. ഹല്ലേലൂയ. അതുകൊണ്ട് സമാധാനമായിട്ടിരിക്കുക. യേശു നിങ്ങളുടെ കൂടെയുണ്ട്. എന്നോട് ചേർന്ന് പറ, ഞാൻ സമാധാനമായിരിക്കുന്നു, യേശു എൻ്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. യേശു എൻ്റെ കൂടെയുണ്ട്. ആമേൻ, ആമേൻ. നിങ്ങൾക്കറിയാമോ, ആമേൻ, യേശുവിൻ്റെ മരണത്തിന് മുമ്പ് പത്രോസ് 3 പ്രാവശ്യം തള്ളി പറഞ്ഞു. എന്നാൽ യേശു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ പത്രോസിൻ്റെ സ്വഭാവം മാറി. പത്രോസ് ഉയർത്തെഴുന്നേറ്റവനെ കണ്ടപ്പോൾ പത്രോസിൻ്റെ ബോധ്യം വലുതായി. ഹല്ലേലൂയ. അതുപോലെ ഇന്ന് പകൽക്കാലം ഉയർത്തെഴുന്നേറ്റ യേശുവിനെ നിങ്ങൾ കാണുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ ഉയർത്തെഴുന്നേറ്റ് തേജോമയനായവനെ കാണുക. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് നാളെയെക്കുറിച്ചുള്ള ഭയങ്ങൾ മാറിപ്പോകട്ടെ. തോൽവിയെക്കുറിച്ചുള്ള ഭയങ്ങൾ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. കുടുംബത്തെക്കുറിച്ച്, ആമേൻ, ആമേൻ, ജോലിയെക്കുറിച്ച്, ആരോഗ്യത്തെക്കുറിച്ച്, ആമേൻ, ഉള്ള ഭയങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ഇന്നും ഉയർത്തെഴുന്നേറ്റവൻ നമ്മുടെ നടുവിൽ നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് ധൈര്യമായി മുന്നേറുക. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ കരമുയർത്തി ധൈര്യമായിട്ട് പറയുക, ഹല്ലേലൂയ, എല്ലാ ഭയവും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. എല്ലാ ആകുലതകളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ദൈവിക സമാധാനത്തെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ഭവനത്തിലേക്ക് റിലീസ് ചെയ്തു. കർത്താവേ, ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലേക്കും ദൈവിക സമാധാനം ഉണ്ടാകട്ടെ. ഭയങ്ങൾ അവരെ വിട്ടുമാറട്ടെ. ആകുലതകൾ അവരെ വിട്ടുമാറട്ടെ. ഇന്ന് ധൈര്യമായിട്ട് ഉയർത്തെഴുന്നേറ്റ യേശുവിനോട് കൂടെ ഇവർ ഈ ഭൂമിയിൽ ജീവിക്കട്ടെ. ഇവർ കർത്താവ്, ആമേൻ, അങ്ങയുടെ മഹത്വമായി ഇവർ മാറട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കരങ്ങളെ ഉയർത്തിയിട്ട് പറഞ്ഞാട്ടെ, കർത്താവിൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. എൻ്റെ പാനപാത്രം നിറഞ്ഞു കവി. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. നമ്മൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു പെരുകും. വി ആർ ബ്ലസ്ഡ്. വി ആർ റിയലി ബ്ലസ്ഡ്. വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് and highly favored. God bless you. God bless you. God bless you.